ഈ വാക്സിന്റെ സുരക്ഷയെ കുറിച്ച് ഒരുപാട് ആശങ്കകൾ പൊതുസമൂഹത്തിനുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു റീസെന്റ് അസ്ട്രാസെനിക്ക ആ കോട്ടില് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് പുറത്തു വന്ന ന്യൂസ് ആയപ്പോ, അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോ? വാക്സിൻ അങ്ങനെ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതാണോ? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ വാക്സിൻ നിർമ്മിക്കുന്ന കമ്പനി മുതൽ ആ രാജ്യങ്ങൾ വരെ അവർക്ക് അതിൻ്റെ പാറ്റൻസ് കിട്ടിയ കോടികൾ അവരുടെ വരുമാനമായിട്ട് വരും. അപ്പോൾ അത്രമാത്രം റിസർച്ച് പെർഫെക്റ്റ് ആയിട്ട് USFDA എന്നുള്ള കമ്പനി അല്ലെങ്കിൽ WHO അംഗീകരിക്കണമെങ്കിൽ നമ്മളെ ഒരു രീതിയിലുള്ള കൈക്കൂലികളോ തരക്കേട് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഫണ്ട് കൊടുത്താലൊന്നും ഒരു കാരണവശാലും ലോകാരോഗ്യ സംഘടന WHO അംഗീകരിക്കത്തില്ല. അപ്പോൾ WHO അംഗീകരിച്ച ഒരു വാക്സിനും ഒരു സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞുതരാൻ നോക്കൂ. നമ്മൾ വാക്സിൻ കൊടുക്കുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ ആ വാക്സിനെ കൊന്നിട്ട് അതിൻ്റെ പാർട്ട് മാത്രമാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്, അതല്ലെങ്കിൽ അതേപോലെ മിമിക് ചെയ്യുന്ന പ്രോട്ടീനെയാണ് നമ്മൾ വാക്സിനായിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഒരു വാക്സിൻ്റെ ഒരു ചെറിയ പോർഷൻ, അതല്ലെങ്കിൽ ആ വൈറസ് അല്ലാത്ത നമ്മുടെ ശരീരത്തിൽ കയറിയാലും കുഴപ്പമില്ലാത്ത വൈറസിനെ കൊന്നിട്ട് അതിനെയാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് ആൻറ്റിബോഡി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ, അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഡാമേജും ഒറിജിനൽ ആ വൈറസ് കയറിയാൽ ഡാമേജും നോക്കുക. അപ്പോൾ ഏതായിരിക്കും ഒരു ചെറിയ പ്രോട്ടീൻ്റെ അംശം, ഒരു വൈറസിൻ്റെ 100ൽ 1 അംശം വാക്സിനായിട്ട് കുത്തിവെക്കുന്നതും ആ 99 ആ 100 അടക്കമുള്ള ശരീരത്തിൽ കയറുമ്പോൾ ഏതിനാ ഡാമേജ് ഉണ്ടാവുക? അതുകൊണ്ട് വാക്സിന് കുഴപ്പം, കോംപ്ലിക്കേഷൻ ഇല്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ എപ്പോഴെങ്കിലും ഒരു വഴിയിലൂടെ പോകുമ്പോൾ തേങ്ങ വീണിട്ട് ഒരാൾ മരിച്ചാൽ അതിൻ്റെ അർത്ഥം കേരളത്തിലുള്ള കംപ്ലീറ്റ് തെങ്ങുകൾ വെട്ടണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അത്രയേ ഉള്ളതല്ലേ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അതെ. കാരണം ഒരു വൈറസ് ഉണ്ടാകുന്ന അത്ര പ്രശ്നം ഒരിക്കലും വാക്സിൻ ഉണ്ടാക്കുന്നില്ല എന്നും, മാത്രമല്ല ആ വൈറസിനെ ഫലപ്രദമായി തടയാൻ വാക്സിന് പറ്റുമെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ വേറൊരു ആശങ്ക സാധാരണക്കാരുടെ ഉള്ളത്, ഇപ്പൊ പ്രത്യേകിച്ച് കോവിഡ് വാക്സിനേഷൻ ഒക്കെ പെട്ടെന്നുള്ള മരണങ്ങൾ വല്ലാതെ കൂടാണ്. അപ്പൊ അതിന്റെ ന്യൂസുകളൊക്കെ, വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. കുഴഞ്ഞു വീണ് മരിക്കുക, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുക, ഇതേപോലെ ബ്ലഡ് ക്ലോട്ട് ആയിട്ട് മരിക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. അത് ഒരു വാക്സിന്റെ പ്രശ്നമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അത് ആശങ്കയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ? അതിലിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആലോചിക്കാനുള്ള കോവിഷീൽഡിനെ കുറിച്ച് ആസ്ട്രാസെനിക്ക എന്ന കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന കോവിഷീൽഡ് വാക്സിനെ കുറിച്ചുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കംപ്ലൈന്റ്. ഒരുപാട് കംപ്ലൈന്റ് നമ്മൾ കണ്ടു. ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരുപാട് കംപ്ലൈന്റ്സ് കൊടുത്തിരുന്നു. പക്ഷെ അതിന് പ്രൂഫ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആരും അത് കേസ് എടുത്തിട്ടില്ല. പക്ഷെ ആസ്ട്രാസെനിക്കനെ കുറിച്ചുള്ള കംപ്ലൈന്റ് നമ്മളെ പോലെയുള്ള ഒരു തരികിട കമ്പനി, വലിയ വേൾഡ് അറിയപ്പെടുന്ന ഒരു കമ്പനി. അപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമുക്കറിയാം, ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതതിൻ്റെ പോയിന്റ് മൊത്തം ജനങ്ങളെ ബാധിക്കുന്നതിന് അത്രമാത്രം റിസർച്ച് ലെവലിൽ പോയിട്ട് കോടതിയിൽ നിന്ന് അവസാനം ഒരു വേർഡിക്റ്റ് വരികയാണ്, നിങ്ങൾക്കിത് ഇതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് 100% പറയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ഭാഷയുണ്ട്. 1,00,000-ൽ 1 അത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട്, 1,00,000-ൽ 1. അത് നേരെ UK വരുമ്പോൾ 2,50,000-ൽ ഒരാൾക്ക് ഇതുകൊണ്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാവാം എന്നുണ്ടാക്കി എന്നല്ല പറയുന്നത്, ഉണ്ടാവാം. ഇതാണ് സത്യത്തിൽ പറയുന്നത്. പക്ഷെ നമ്മളെന്ത് ആ പോർഷനൊക്കെ മറന്നിട്ട് 1,00,000-ൽ ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാവാം എന്ന് പറഞ്ഞിട്ട് ആസ്ട്രാസെനിക്ക കുറ്റം സംബന്ധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് പറയാം. ഭയങ്കര തെറ്റാണ്. കാര്യം നമ്മൾ സമൂഹത്തിലേക്ക് ഒരു റോങ് മെസ്സേജ് അതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ പ്രധാനമന്ത്രിന് ഇഷ്ടം ഉണ്ടാവില്ല, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച കോവിഷീൽഡ് വാക്സിൻ ഇഷ്ടം, അതൊക്കെ വേറെ കാര്യം. പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ നമുക്ക് പ്രചരിപ്പിക്കാം. പ്രധാനമന്ത്രിയുടെ ഫോട്ടോ, കോവിഷീൽഡിന്റെ പരസ്യം വന്നതിന് ശേഷം ആസ്ട്രാസെനിക്കനെ കുറിച്ച് കോടതി അങ്ങനെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രിയുടെ ഫോട്ടോ എടുത്ത് മാറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രചരിപ്പിക്കാം. പക്ഷെ അവരതിന് പറയുന്ന ഒരു വെച്ചാൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. അത് സ്വാഭാവികമായിട്ടും ഇലക്ഷന്റെ സമയത്ത് അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ആ പോസിറ്റീവിൽ കണ്ടാൽ പോരെ. ഇനിയിപ്പോൾ അല്ല എന്ന് വെച്ചാൽ തന്നെ നമുക്ക് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വേണ്ട. ഞാൻ പറയുന്നത് ഈ 1,00,000-ൽ 1 അല്ലെങ്കിൽ UK-ലാണെങ്കിൽ 2,50,000-ൽ ഒരാൾക്ക് കോംപ്ലിക്കേഷൻ. എന്താണ് കോംപ്ലിക്കേഷൻ എന്നറിയോ? വലിയ രസം എന്ന് വെച്ചാൽ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ത്രോംബോസൈറ്റോപീനിയ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ക്ലോട്ടിങ് കപ്പാസിറ്റി കൂടുക രക്തക്കുഴലിന്റെ ഉള്ളിൽ. ഇത് രണ്ടാണ് ഇതിന്റെ പറയുന്നത്. അപ്പൊ ഇതിന്റെ റീസൺ എന്താ പറയണെന്ന് വെച്ചാല് ഈ വൈറസിന് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ക്ലോട്ടിങ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കോവിഡ് സമയത്ത് ഈ പ്രശ്നം
ഏറ്റവും കൂടുതൽ കോവിഡ് ഉണ്ടാക്കിയത് കൊണ്ടാണ് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ ഉപയോഗിച്ചത്. 2, ഈ ആളുകളിലൊക്കെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള ആസ്പിരിൻ കൊടുത്തിരുന്നു. ഇതൊന്നും വാക്സിൻ കൊടുത്ത ആൾക്കാർക്കല്ല, ഇത് കൊടുക്കുന്ന ആർക്കാ? കോവിഡ് പിടിച്ച ആൾക്കാർക്കാണ് ഇത് കൊടുത്തിരുന്നത്, ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കുക. അപ്പൊ കോവിഡ് എന്ന വൈറസ് മൊത്തത്തിൽ ഇത് ഉണ്ടാക്കുന്നു. അതിന്റെ ഒരു പോർഷൻ കുത്തിവെക്കുമ്പോൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഉണ്ടാവാം, പക്ഷെ നമ്മൾ ആലോചിക്കണം, ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച ഒരു വാക്സിൻ, അതിന്റെ ഒരു പോർഷനിൽ ലക്ഷത്തിലൊരാൾക്ക് ബ്ലഡ് ക്ലോട്ട് ചെയ്തേക്കാം എന്ന് പറയുമ്പോൾ അതും നമ്മൾ കടിച്ചു തൂങ്ങുന്നു എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഒരു സമൂഹത്തിനോട് ചെയ്യുന്ന ദ്രോഹമല്ലേ ശരിക്കും? നമുക്ക് ചിലപ്പോൾ കമ്പനിയോട് ഇഷ്ടം ഉണ്ടാവില്ല. നമുക്ക് മൾട്ടിനാഷണൽ ഡ്രഗ് വിൽക്കുന്ന പൊതുവേ നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ ചിന്താഗതി ഉള്ളവരാണ്. ഏത് കോൺഗ്രസ്സുകാരനാണെങ്കിലും ലീഗുകാരനാണെങ്കിലും മാർക്സിസ്റ്റുകാരനാണെങ്കിലും നമ്മുടെ ചിന്താഗതി ഇടതുപക്ഷമായിരിക്കും എപ്പോഴും. എന്നുവെച്ചാൽ 10 രൂപയുള്ളവനെ, ഇത് സബ്ജക്റ്റ് ആയിട്ട് പറയുന്നില്ല, 10 രൂപ ഉള്ള ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു തമിഴനോ മറ്റോനോ ആണെങ്കിൽ ഇവൻ 10 രൂപ ഉണ്ടാക്കിയാൽ നമുക്ക് ഈ വല്ല ജോലിയൊക്കെ എൻ്റെ അടുത്ത് കിട്ടും, പിന്നെ ശമ്പളം തരാൻ പറ്റുന്നില്ല. നമ്മളെ ഒരു മലയാളി സമൂഹം 10 രൂപ ഉണ്ടാക്കുന്ന ഒരാളും മലയാളി ആണെങ്കിൽ ഇവനെ എങ്ങനെ നമുക്ക് തകർക്കാം, എന്നിട്ട് നമുക്ക് ഇതിന്റെ MD എങ്ങനെ ആവാം എന്നുള്ള നമ്മളെ ചിന്താഗതിയിൽ നിന്നാണ് ആസ്ട്രാസെനിക്ക കണ്ടമാനം പൈസ ഉണ്ടാക്കുന്നു, അത് WHO സ്വാധീനിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അതിൽ നിന്ന് അർത്ഥമല്ല, നമ്മൾ സമൂഹത്തിനോട് ചെയ്യുന്ന ദ്രോഹം കൂടിയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ. അത് അല്ല, ഇത്തരം കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നവർക്ക് അവരുടെ താല്പര്യമുണ്ട്, അവരുടെ ബിസിനസ് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പം പുതിയൊരു വ്യാജ ചികിത്സ തുടങ്ങിയ ആളുകൾക്ക് അവരുടേതായ ഉദ്ദേശങ്ങളുണ്ട്. ആളുകളൊന്നും ഈ ഒരു നല്ല ചികിത്സ സ്വീകരിക്കരുത് എന്നും ഞങ്ങളെടുത്ത് വരണമെന്നും. അവിടെ ഇതിനെക്കാട്ടും വലിയ മാഫിയകളാണ്. അത് നമ്മൾ വേറൊരു വിഷയമായിട്ട് സംസാരിക്കേണ്ട വിഷയമാണ്. മാത്രമല്ല ഡോക്ടർ പറഞ്ഞ പോലെ ഇലക്ട്രോറൽ ബോണ്ട് വിഷയമായിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ അത് വേറൊരു വിഷയം തന്നെയാണ്. നമ്മളതിനെ സയൻസ് ആണ് പഠിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ നമ്മുടെ മാനവരാശി നേടിയെടുത്ത അറിവിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടൊരു സാധനമാണ് വാക്സിന്. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഇലക്ട്രോറൽ ബോണ്ട് രാഷ്ട്രീയമായിട്ട് നമുക്ക് വേറെ വിഷയങ്ങളുണ്ട്. അതിനെ ലിങ്ക് ചെയ്ത് സംസാരിച്ചിട്ട് ആളുകളെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്, അപ്പൊ നമ്മൾ ഇപ്പൊ കോവിഡിനായിട്ടുള്ള മരണങ്ങൾ അത് വാക്സിനുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല. അത് തീർച്ചയായിട്ടും കോവിഡിന്റെ പ്രശ്നങ്ങൾ തന്നെയാവും എന്ന് തന്നെയാണ് സാധാരണക്കാരെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവര് ചോദിക്കുന്നത്, ഇപ്പൊ ഞാൻ ഈ ചർച്ച തുടങ്ങിയപ്പോൾ പലരും എന്നോട് ചോദിച്ചത് വരും, എന്റെ കുട്ടിക്ക് വാക്സിൻ എടുത്തില്ല, എന്നാൽ ഒരു കുഴപ്പമില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും വാക്സിൻ എടുത്തില്ല, ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല, അത് ശരിയാണോ? അങ്ങനെ വാക്സിൻ എടുക്കാതെ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ്? അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതേ. ഇപ്പോ ഏറ്റവും നിങ്ങളെ വീട്ടിൽ ചോദിച്ചാൽ മതി, കേരളത്തിൽ അറിയപ്പെടുന്ന ഡോക്ടർമാരോട് ഇപ്പോ ലൈവായിട്ട് എന്തുകൊണ്ടാണ് ഈ സമയത്ത് മംസ് തീരെ ഇല്ലാത്തൊരു സമയമാണ് ശരിക്കും. ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, പിന്നെ മംസ് ഡെവലപ്പ് ചെയ്യുന്ന സാധാരണ ഇതിൽ മഴക്കാലത്താണ്. എന്തുകൊണ്ട് മംസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യും? സിമ്പിൾ ചോദിച്ചാൽ മതി. എന്ന് മുതലാണ് MMR വാക്സിൻ കേരള ഗവൺമെന്റ് ഒഴിവാക്കിയെന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ വാക്സിൻ എടുക്കാത്ത എത്ര ആളുകൾക്ക് പടർന്നു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് മരണം കണ്ടു, അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ്. അന്ന് ഞാൻ എൻ്റെ പീഡിയാട്രിഷ്യനായിട്ട് ഡിസ്കസ് ചെയ്തു. നോക്കൂ, എന്തുകൊണ്ടാണ് ഈ തീരുമാനം ഗവൺമെന്റ് എടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഈ ഇതിലൂടെ പറയാൻ പറ്റാത്ത ആൻസറാണ് അതിന് പറഞ്ഞത്. സാമ്പത്തികമാവാം, എന്തോ, പക്ഷെ നമ്മൾ അവിടെ മറ്റുള്ള ജീവിതം കൊണ്ടല്ലേ കളിച്ചത്. അപ്പൊ അവിടെ നമുക്ക് പറയാം എൻ്റെ കുട്ടിക്കൊന്നും സംഭവിച്ചില്ലായിരിക്കാം, ഒരുപാട് ആളുകൾക്കൊന്നും സംഭവിച്ചു, പക്ഷേ സംഭവിക്കാനല്ലേ ചാൻസ് വളരെ കൂടുതൽ. പിന്നെ ഈ വാക്സിൻ എടുക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചറസ് എന്ന് വെച്ചാല്, ഈ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ അയാൾക്കൊന്നും പറ്റിയില്ലെങ്കിൽ പോലും അയാൾക്ക് ഇമ്മ്യൂണിറ്റി വന്ന് പോയിട്ടുണ്ടാവാം. അയാൾക്കൊന്നും അതുകൊണ്ട് വാക്സിൻ എടുത്തില്ലെങ്കിലും നോക്കൂ, കോവിഡ് സമയത്ത് നമ്മൾ എന്താ കണ്ടത്? കോവിഡ് അസുഖമൊന്നും ഇല്ലാത്ത ഒരാളെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അയാൾക്ക് കോവിഡ് വന്ന് പോയിട്ടുണ്ട്, ഒരു സിംറ്റംസും ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നതുപോലെ ഈ വാക്സിൻ എടുക്കാത്ത ആളുകൾക്കും ഹേർഡ് ഇമ്മ്യൂണിറ്റി കിട്ടും. മറ്റുള്ള വേദന കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്ത ആ ആളുടെ ഗുണം കൊണ്ടിട്ട് ഇയാൾക്ക് ഹേർഡ് ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാവും. ഇത് ഈ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർക്ക് അറിയാം സത്യത്തിൽ ഇതിന്റെ ഡെപ്ത് എത്രയാണെന്നുള്ളത്.